കഴിഞ്ഞ 2 ദിവസമായി കേരളം അന്വേഷിക്കുകയായിരുന്നു. കേരള ബമ്പർ ജേതാവ് എവിടെയാണ്, എങ്ങനെയാണ്, ആരാണെന്നെല്ലാം തന്നെ പല രീതിയിലുള്ള കഥകൾ എല്ലാം തന്നെ പ്രവഹിക്കുമ്പോഴും ഇവിടെ തുറവൂര് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു ശരത്ത്. ശരത്ത് ഇന്ന് രാവിലെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ വാർത്തയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഞെട്ടലുമില്ലാതിരുന്ന ഒരു വ്യക്തി ശരത്ത് മാത്രമായിരിക്കും. ശരത്ത് സത്യത്തിൽ ഞങ്ങളെല്ലാവരും ഞെട്ടി ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും. ഇത് ലോട്ടറി എടുത്ത് നോക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിലാക്കി ആദ്യം? അത് നമുക്ക് അടിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ നോക്കണം തന്നെ ലോട്ടറി എടുക്കുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ചെയ്യണം അങ്ങനെയാണ്. നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നോക്കണം. നോക്കിയ ശേഷം ഇപ്പോൾ ആ നമ്പർ ഏകദേശം കറക്റ്റാണെന്ന് തോന്നി പറഞ്ഞാൽ വൈഫിനെ വിളിച്ച് ചോദിച്ചു. എൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈഫ് വാട്സപ്പിൽ അയച്ചു തന്നു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അത് നമ്പർ കറക്റ്റാണെന്ന് മനസ്സിലായി. എവിടെ വെച്ച് നോക്കിയിരുന്നു? ഓഫീസിൽ വെച്ച് തന്നെ നോക്കിയിരുന്നു. മിണ്ടില്ല. അല്ല, നമുക്കൊരു കൃത്യമായ ഒരു അറിവില്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലോട്ടറി നോക്കി കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചിരുന്നോ? തിരിച്ചു വിളിച്ചിരുന്നു. അപ്പൊ അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് തന്നെ അടിച്ചേക്കുന്നെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ശരത്തിന്റെ സഹോദരനാണ് രഞ്ജിത്ത്. ഇതിൽ എങ്ങനെയാ ജ്യേഷ്ഠൻ ഈ വിവരം പറയുന്ന എപ്പോഴായിരുന്നു? ചേട്ടന് ശനിയാഴ്ച ഒരു 3 മണിയായപ്പോഴത്തേക്ക് അറിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ടിക്കറ്റ് നമുക്ക് അടിച്ചേക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് അയച്ചു തന്നു. ഞങ്ങൾ വാട്സപ്പ് വഴി നോക്കി. ടിക്കറ്റ് ഏകദേശം കറക്റ്റാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 2 ദിവസം അവധിയാണല്ലോ. ശരി, അന്ന് നൈറ്റ് നോക്കൊന്നും ചെയ്യാനില്ല, ഞായറും ചെയ്യാനില്ല. തിങ്കളാഴ്ച നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ. ഞാൻ ചോദിക്കണേ, ഈ 2 ദിവസമായിട്ട് നടന്ന ഈ മീഡിയ നമ്മളെല്ലാത്തിലും വരുന്ന ആ കാര്യങ്ങളൊക്കെ രണ്ടുപേരും കണ്ടു, ഇതിനകത്തിരുന്ന്? തീർച്ചയായിട്ടും കാണുന്നുണ്ട്. നമുക്ക് അറിയാം. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, അത് ഓക്കെ ആണെന്ന് നമുക്ക് അറിയാവുന്ന. പിന്നെ എങ്ങാലും നമുക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ടിക്കറ്റ് നമ്പർ മാറുന്നുണ്ടോ. അതെ, നമ്മൾ ഇടയ്ക്കുന്ന ഒരു 4 പ്രാവശ്യം കൂടെ പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട് ആ ടിക്കറ്റ്. അത് ശരിയാണ്. നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, കാരണം ഇത് കൃത്യമായി അടിച്ചൊരാൾ എവിടെയിരുന്ന് ഞങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്നുള്ളതായിരുന്നു. അതെ, ഞങ്ങളെല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ പറയുമ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. ടി വിയിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ശരത്ത്, ഇന്ന് ബാങ്കിൽ ചെന്നപ്പോൾ മാനേജർ സുനിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വളരെ കൂളായിട്ട് അതിനകത്തേക്ക് ചെന്ന് കയറി ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം ഇത്ര പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ. ശരത്ത് ഇങ്ങനെ തന്നെയാണോ? ഞാൻ ലൈഫിൽ അങ്ങനെ തന്നെയാണ് സാർ. എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ഒരു അമിതാഹ്ലാദമോ ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മൾ വരുന്നത് പോലെ, അങ്ങനെ സങ്കടമാണ് സന്തോഷമാണെങ്കിലും ഒരേപോലെ തന്നെ അങ്ങനെ കൊണ്ടു നടക്കുന്നു. അത്രേ ഉള്ളൂ. ഇന്നും രാവിലെ അവിടെ കടയിൽ ചെന്നിരുന്നു. പറഞ്ഞിരുന്നു? ഇല്ല, ആരോടും പറഞ്ഞിരുന്നില്ല. ഇതിൻ്റെ ഒരു ബാങ്ക് അക്സെപ്റ്റ് ചെയ്ത് കൺഫർമേഷൻ ആയതിനു ശേഷം ഇപ്പോൾ ഞാൻ ബാങ്കിൽ ചെന്നപ്പോഴും പ്രസന്റ് ചെയ്തപ്പോഴും സാറേ ഒരു കാര്യം പറയുന്നുണ്ട്, ബമ്പർ അടിച്ചത് എനിക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലണത്. അപ്പോൾ സാറ് ഞാൻ ബമ്പർ അടിച്ചത്. എന്നിട്ട് പിന്നെ സാറേ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സാറിന് മനസ്സിലായി നമുക്കാണ് അടിച്ചേക്കണമെന്ന് മനസ്സിലായി. എന്നാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു സാറ്. എല്ലാ ഞങ്ങൾ കണ്ടപ്പോഴേക്കും എല്ലാ സഹായങ്ങളും ബാങ്ക് ഓഫ് ചെയ്തു. നല്ലൊരു സാറാണ്. സാർ വളരെ നല്ല രീതിയാണ്. ലോട്ടറി അടിച്ച ഒരാളോട് പിന്നെ വരുന്ന അടുത്ത വലിയ ചോദ്യം, ഇനി ജോലിക്ക് പോകുമോ, ഇനി എന്താ ചെയ്യാൻ പോണെന്നൊക്കെ. ജോലിക്ക് തീർച്ചയായിട്ടും പോകും. കാരണം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 18 വയസ്സ് മുതൽ ഞാൻ 18-19 വയസ്സ് മുതൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകുന്നതിൻ്റെ മടിയില്ല. ജോലിക്ക് പോകും. തീർച്ചയായിട്ടും നാളെ വരെ ജോലിക്ക് പോകും. എനിക്കൊരു ജോലി അന്വേഷിച്ച് തന്നപ്പോൾ ബീറ്റാ ട്രേഡേഴ്സിൽ ബിനി സാറും ഗൗതം സാറെന്ന് 2 സാറന്മാരുണ്ട്. അവരാണ് എനിക്ക് ജോലി തന്നത്. അവരോട് തീർച്ചയായിട്ടും ഞാൻ ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പം നിലവിൽ ആലോചിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് നാളെ എനിക്ക് ലോട്ടറി അടിച്ചെന്നും പറഞ്ഞു പോകുന്ന കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നേരെ ശരിയാണ്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും കാലം ഈ 12-13 വർഷം ഞാൻ അവരുടെ കൂടെ നിന്ന് അവരാണ് എനിക്ക് സാലറി നിന്ന് എന്നെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും. അപ്പോൾ അവരോട് നമുക്ക് ആ ഒരു കൂറ് തീർച്ചയായിട്ടും നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പിന്നീട് നമ്മളിപ്പോൾ ജോലി വിടുന്നതിനെ കുറിച്ചൊന്നും പിന്നീട് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് തന്നെയാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ബാങ്ക് മാനേജർ പറഞ്ഞ കാര്യം തന്നെ, കാരണം നിങ്ങൾ തികച്ചും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ സമയമെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഏതില് വീട് വെച്ചു, അങ്ങനെയുള്ള ബാധ്യതകൾ അങ്ങനെ എന്തെങ്കിലും? വീടിൻ്റെതായ ചെറിയ വെച്ചേക്കണേൻ്റെതായ, നമുക്ക് ഫിനാൻഷ്യൽ വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല ഞാൻ, സാധാരണ കുടുംബത്തിലുള്ള ആളാണ്. അപ്പം അതിൻ്റെതായ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം ലോട്ടറി എടുക്കുന്ന ശീലമൊന്നും നമുക്കില്ല. ഞാൻ ഒരു ടിക്കറ്റ് എടുത്തോളൂ. ഒറ്റൊരു ടിക്കറ്റ് എടുത്തോളൂ. വല്ലപ്പോഴും എടുക്കാറുണ്ട്. സ്ഥിരമായിട്ട് എടുക്കുന്ന ഇല്ല, അങ്ങനെ സ്ഥിരമായിട്ട് എടുക്കുന്ന കൊടുത്തില്ലൊന്നുമില്ല. വല്ലപ്പോഴും നമുക്ക് നല്ല പ്രായ ആൾക്കാർ, നമ്മുടെ അമ്മയുടെ അതിനെയൊക്കെ മുകളിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ടിക്കറ്റുമായിട്ട് വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒരെണ്ണം എടുത്ത് സഹായിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് അടിച്ചില്ലെങ്കിലും ശരിയാണ്, നമ്മൾ ഒരെണ്ണം എടുക്കും. അവരെ ഒന്ന് സഹായിക്കണമെന്നൊരു മനസ്സുള്ളത് കൊണ്ട് മേടിക്കാറൊന്നുമില്ല. ടിക്കറ്റ് എടുക്കൽ തുടരും. ഇങ്ങനെ പലപ്പോഴും സഹായിക്കുന്നു. അതെ.
ഏതായാലും ശരത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. വലിയ അമിതാഹ്ലാദമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഈ സമയത്തെയും ശരത്ത് നേരിടുന്നു. ഒരു വ്യക്തമായ ഒരു പദ്ധതിയോടുകൂടി താൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ശരത്ത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും എല്ലാ ആശംസകളും നേരുന്നു. ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.